ഈ മഹീന്ദ്ര ഥാറിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കമാൻഡിങ് വ്യൂ ആണിത്. നമുക്കൊന്നൊരു കുതിരപ്പുറത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. മുമ്പോട്ട് നോക്കിയാൽ വളരെ കൃത്യമായിട്ടെല്ലാം കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ഇവിടത്തെക്കാളും താന്നിരിക്കണോണ്ട് നമുക്ക് കൈയൊക്കെ ഇട്ട് ഗ്ലാസ് കാത്തിട്ട് കൈയൊക്കെ ഇട്ട് പുറത്തോട്ടൊക്കെ ഇങ്ങനെ നമ്മൾ സ്ഥലമായിട്ടൊക്കെ സുഖമായിട്ട് നോക്കാം. വളരെ നല്ലൊരു ഇതാണ്. പിന്നെ മൈലേജ് എത്ര കിട്ടുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് ഏകദേശം നമുക്കൊരു 7.7 km/ലിറ്റർ ആണ് ഇപ്പോൾ ഇവിടെ മൈലേജ് കാണിക്കുന്നത് ഏകദേശം. അപ്പം അത്ര മൈലേജാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു പ്രധാന ഘടകമെന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊങ്ങിയ സീറ്റ് ആയതുകൊണ്ട് നല്ല ലെഗ്രൂമാണ് അടിയിലേക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നിവർന്നിരിക്കാം. നടുവിന് നല്ല സപ്പോർട്ടാണ് ഈ സീറ്റ്. അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവിന് സീറ്റ് പരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇതിൽ കുറച്ച് റഫും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടി. അതായത് നമ്മളിപ്പോൾ ഇച്ചിരി കുളുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഈ ഒരു മഹീന്ദ്ര അല്ലെങ്കിൽ ഥാർ ഇഷ്ടപ്പെടുന്നവരൊരു ഹരമാണ് ആ ഒരു ഇത്. കാരണം അതങ്ങനെയാണ്. കാരണം ഇത് ഓഫ് റോഡിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ. ഇത് ശരിക്കും പറഞ്ഞാൽ 2 ഡോർ മഹീന്ദ്ര ഥാറാണ്. ഇത് ഞാൻ 2020 വാങ്ങിയതാണ്. പിന്നെ സർവീസ് കോസ്റ്റൊക്കെ പലരും ചോദിക്കാറുണ്ട്. സർവീസ് കോസ്റ്റ് ഏകദേശം ഒരു 15,000 രൂപ റേഞ്ചിലൊക്കെ വരുള്ളൂ സർവീസ് കോസ്റ്റ്. ആദ്യം അതിൽ കുറവായിരുന്നു. ബട്ട് നമ്മൾ വർഷങ്ങൾ കഴിയുന്തോറും എനിക്കുള്ളത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും വരുമല്ലോ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ ആ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും വളരെ സ്മൂത്താണ്. നമ്മൾ കാലുകൂടാതെ പറന്നു പോകും. ആ രീതിയിലുള്ള ഒരു ഇതാണ്. 2 ലിറ്റർ സംതിങ് എഞ്ചിനാണ് പറ്റുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, ഡീസലല്ല, ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അകത്തിരുന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ള സൗണ്ടൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റോഡ് പ്രസൻസ് ഭയങ്കരമാണ്. നമ്മളിപ്പോൾ ഈ ധാരം കൊണ്ടില്ലാന്ന് നിർത്തുണ്ടല്ലോ, ഈ ചെറിയ വണ്ടിക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ബഹുമാനം തരാറുണ്ട്. അത് നമ്മൾ അഹങ്കാരമായിട്ട് പറയുകയല്ല, ബട്ട് ഇറ്റ് ഈസ് ദെയർ. കാരണം നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് ഇങ്ങനെ വന്ന് ഭൂന്ന് പറഞ്ഞ് വരാൻ നേരത്തെ നമ്മൾ മാറി കുടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹീന്ദ്ര ഥാറിന് ഒരു ചെറിയ ബഹുമാനം കിട്ടാറുണ്ട് റോഡിൽ. അത് സത്യമാണ്. അപ്പോൾ അത്രയൊക്കെയാണ് മഹീന്ദ്ര ഥാറിൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു, ബൈ.